ഹലോ, വെൽക്കം ടു അപർണ സാലി. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അനുവേട്ടൻ വന്ന സമയത്ത് പോകുന്നതിന് മുന്നേ അനുവേട്ടൻ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ പോയി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. അല്ലാണ്ട് വേറെ കുറേ ഷോപ്പിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് സാധനങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങാനുണ്ടായി. പിന്നെ ഫോണൊന്ന് മാറ്റാനുണ്ടായിരുന്നു, 16-ൽ നിന്ന് 17-ലേക്ക് ആക്കാനുണ്ടായിരുന്നു. പിന്നെ SMലൊന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനത്തെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് NCC ക്യാൻറ്റീനിലേക്കാണ്. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ. നമ്മളൊരു ഉച്ചര സമയത്തായിരുന്നു കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ബ്ലോക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ ഗേറ്റ് അടവുണ്ടായിരുന്നു. പിന്നെ ട്രെയിന് പോകുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നല്ലാണ്ട് അങ്ങനെ ബ്ലോക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഫുൾ ബ്ലോക്കായിരിക്കും റോഡ്. പിന്നെ ഒരു സമാധാനമുള്ളത് അതുവിന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് ആളിങ്ങനെ ഇരുന്ന് തരും. ഇതുവരെ അങ്ങനെയാണ് കേട്ടോ, ഇനിയിപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കാണിച്ച് കൊടുത്തു. ട്രെയിന് കണ്ടാൽ ഇങ്ങനെ നോക്കി നിന്ന് പോകില്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ട്രെയിന് കണ്ടാൽ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്നത്? ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതിനിടയ്ക്ക് അനുവേട്ടന് ട്രെയിനിൻ്റെ പേര് പറഞ്ഞിരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ എഗ്മോറോ അങ്ങനെ എന്തോ. ഞാൻ ഓർക്കും ഇതെങ്ങനെയാണ് ഈ ട്രെയിൻ കാണുമ്പോൾ അതിൻ്റെ പേരൊക്കെ മനസ്സിലാവുന്നതെന്ന്. എനിക്കൊക്കെ എല്ലാ ട്രെയിനും ഒരുപോലെ തന്നെയാണ്, 5-8 ബോഗികളായിട്ട് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ട്രെയിൻ. എനിക്ക് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കളറൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടി വരും. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗേറ്റ് ഓപ്പൺ ആയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക്. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലെത്തി. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി എടുത്തു. ഇതുപോലെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഈ നെസ്റ്റോയിലൊക്കെ പോകുമ്പം ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നോക്കി എടുത്തിട്ട് അതൊക്കെ നല്ലൊരു വൈബല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ. ഈ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാൻ പോകുന്നതിനേക്കാളും ഈ ഒരു ഷോപ്പിങ്ങാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. കവറും സഞ്ചികളും അങ്ങനത്തെ ഒന്നും എടുക്കാത്തത് കൊണ്ട് സാധനം ഡയറക്റ്റ് നമ്മൾ കാറിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ചെയ്തത്. ഇതിനിപ്പോൾ വീട്ടിലേക്ക് എടുക്കുമ്പോഴാണ് ടാസ്ക്, എല്ലാം പെറുക്കി എടുക്കണ്ടേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിട്ടോ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മൈജി ഫ്യൂച്ചറിലേക്കാണ് കേട്ടോ. അവിടുന്ന് അനുവേട്ടൻ്റെ ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് iPhone 16 ആണ്. ഇനിയിപ്പോൾ അതൊന്ന് 17ലേക്ക് ആക്കാൻ പോവാം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് തൊണ്ടയാടുള്ള മൈജി ഷോറൂമിലേക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടൗണിലത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഷോറൂം അതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഗേറ്റ് ക്ലോസ് കിട്ടി കേട്ടോ. ഈ ട്രെയിന് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവുമായിരിക്കും അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഞാനിപ്പം ഇത് ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. നേരിട്ട് ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അല്ലാണ്ട് നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈമാണ്. അത് നോക്കിയിരിക്കുന്നത് നോക്കൂ. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു, മൈജിയിലെത്തി.
അങ്ങനെ ഫോണൊക്കെ മാറ്റിയെടുത്ത് ഞാനും അതും അവിടെ ഭയങ്കര ബോറടിച്ചിരുന്നു കേട്ടോ. അതിന് പിന്നെ ഓടിക്കളിക്കാനൊക്കെ കുറേ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നമ്മളുടെ ഒരു സ്ഥിരം സ്പോട്ടായ ഫ്രൂട്ട് ബേയിലേക്ക് പോയി. അവിടുന്ന് ഞാനും അതിനും ഒരു സൺഡേ ഓർഡർ ചെയ്തു. അതുകൊണ്ടൊരു ജ്യൂസും ഓറഞ്ച് ജ്യൂസും വാങ്ങി. അതാണെങ്കിൽ ആടെ മുഴുവൻ തട്ടി മറച്ച് ആകപ്പാടെ ഒരു കോലാഹലമാക്കീനെ അതും. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഇതാ സമയം സന്ധ്യ ആവാനായി. അപ്പോൾ ഇനിയിപ്പം എസ് കൂടെ പോകാനുണ്ട്. എസ് പോയാൽ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ലേറ്റ് ആവും. അത് എന്താണെന്നറിയില്ല, ഇങ്ങനെ വട്ടം തിരിഞ്ഞ് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി സമയം പോകുന്നതേ അറിയില്ല. അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് എസ് പോകാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദി കമൻറ്റ്സ്. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. അപ്പോൾ നമ്മളിപ്പോൾ എസ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ആദ്യമൊരു ടോയ് ബോക്സ് വാങ്ങിക്കണം. അവിടെ കളിപ്പാട്ടങ്ങളും കൊണ്ട് ഏറും കളിയാണ് വീട്ടിൽ. ഓൾറെഡി ഒരു ടോയ് ബോക്സ് ഉണ്ട് വലുത്. പക്ഷെങ്കിൽ ഇപ്പം ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗിഫ്റ്റിൻ്റെയൊക്കെ ടോയ്സിൻ്റെയൊക്കെ എണ്ണം കൂടിയതുകൊണ്ട് ഒരെണ്ണം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വീട് മുഴുവനും അവൻ്റെ ബോളും കാറും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ടോയ് ബോക്സ് വാങ്ങി. പിന്നെ അനുവേട്ടന് കൊണ്ടുപോകാൻ അലുവ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഹൽവ ഷോപ്പിൽ കയറി കുറച്ച് ഹൽവ വാങ്ങിച്ചു. എസ് കയറിയാൽ എല്ലാ ഷോപ്പുകളും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ നമുക്ക് മാറി മാറി കയറി സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാൻസിയിൽ കയറി ഒരു ചെയിൻ നോക്കാനുണ്ടായി. അതൊക്കെ എടുത്ത് പിന്നെ കഴിഞ്ഞെല്ലാം. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ.